ഹായ് നമസ്കാരം, മിഥുനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലംബിങ്ങിനെ പറ്റിയാണ് അല്ലേ. നമ്മൾ വീട് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലംബിങ്ങിൻ്റെ പൈപ്പൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ ഈ പൈപ്പൊക്കെ നമ്മൾ സുപ്രീമിൻ്റെ ആയാലും അതുപോലെ ISI ഗ്രേഡുള്ള പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ജോയിൻസുകളുണ്ട്, അതായത് എൽബോ ആയാലും ടീ ബെൻഡ് ആയാലും അതൊക്കെ നമ്മൾ ISI ആണോ എന്ന് നമ്മൾ പൊതുവേ ചെക്ക് ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ നമ്മൾ പല സൈറ്റിലും നമ്മൾ കണ്ടിട്ടുള്ളത്, അതായത് നമ്മൾ സൂപ്പർവിഷൻ എടുക്കുന്ന സൈറ്റിൽ കണ്ടിട്ടുള്ളത് പൈപ്പ് ISI ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന ജോയിൻസുകൾ ബെൻഡുകളൊന്നും ISI ആകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ISI തന്നെയാണോ ഒരു കോൺട്രാക്ടർ എടുക്കുന്നതെന്ന്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ സൈറ്റിന്റെ ഇടതുവശമാണ്. ഇവിടെ കാണാം നമ്മൾ പ്ലംബിംഗ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയലും, അതായത് ബെൻഡ്, എൽബോ, ടീ ബെൻഡ്, ഇങ്ങനെയുള്ള ജംഗ്ഷൻ എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് സുപ്രീമിൻ്റെ ISI ബ്രാൻഡുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ടീ ബെൻഡ് കാണാം, ISIൻ്റെ ടീ ബെൻഡാണ്. ഇത് പെയിൻ്റ് അടിച്ച കാരണം നമുക്ക് മാർക്കൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാണാം സുപ്രീമിൻ്റെ 45. നമുക്ക് പെയിൻ്റ് അടിക്കാത്ത നല്ല മാർക്കിങ്ങുള്ള നമുക്ക് ബെൻഡുകൾ നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നത് നമ്മൾ ബോർവെല്ലിന് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഫിറ്റ് ചെയ്ത ബെൻഡാണ് കാണുന്നത്. ഇത് ISI മാർക്കൊന്നുമില്ല, ഇത് കമ്പനീൻ്റെ പേരൊന്നുമില്ല, ജസ്റ്റ് ഉള്ളത് ഇത്ര പൈപ്പ് എന്ന് മാത്രമാണ് ഇത് കാണിക്കുന്നത്. ഇതുപോലുള്ള പൈപ്പുകളാണ് മിക്കവാറും നമ്മൾ പ്ലംബിംഗ് വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ബെൻഡ് പൈപ്പുകൾ നമ്മൾ എടുക്കാറുള്ളത്. ഈ കാണുന്ന ഇതുപോലുള്ള നീളമുള്ള പൈപ്പുകൾ, അതായത് 4 ഇഞ്ചിൻ്റെയും അതുപോലെ 2 ഇഞ്ചിൻ്റെ ഒക്കെ പൈപ്പുകൾ നമ്മൾ സുപ്രീമിൻ്റെ ISI ആയാലും അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ISI മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബെൻഡ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവേ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സുപ്രീമിൻ്റെ ഇത് 45 ആണ്. നമ്മൾ ISI മാർക്ക് നമുക്കിതിൽ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നേ 2 കാര്യങ്ങളാണ്. നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് 2 വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു വീട്, കണ്ണൂരിൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട് നമുക്ക് നിർമ്മിക്കുവാൻ വേണ്ടി, അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു വീട് എടുക്കുവാൻ വേണ്ടി എത്ര രൂപ ചിലവാകും, അതിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ്, അതായത് നമ്മൾ ലേബർ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓരോ ദിവസവും നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, പ്ലാസ്റ്ററിങ്ങിന് ശേഷം നമുക്ക് ഒരു വീട് എടുക്കാൻ എത്ര രൂപ ചിലവാകുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെയും പ്ലാസ്റ്ററിങ്ങിന് ശേഷം പുട്ടിയിടുന്നത്, വൈറ്റ് സിമെന്റ് മുതൽ പുട്ടിയിടുന്നത് മുതൽ നമ്മൾ പ്ലംബിങ് മുതൽ ഫൈനൽ പെയിന്റ് അടിക്കുന്നത് വരെയുള്ള ഷോർട്ട് വീഡിയോസ്, ഡെയിലി എത്ര എമൗണ്ട് ആവുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ള വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നേക്ക് ഏകദേശം 4-5 ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതെല്ലാവരും കാണാൻ മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഒന്നുകൂടി 3-4 ഫിറ്റിങ്സിനെ പറ്റി നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മുടെ 45 സുപ്രീമിൻ്റെ തന്നെയാണ്. അടുത്തത് നമ്മുടെ 3-വേ ജംഗ്ഷൻ 45 ആണ്. ഇതും സുപ്രീമിൻ്റെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ISI മാർക്കുള്ളത്. അതുപോലെ നമ്മുടെ ISI മാർക്ക് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ എൽബോ ആണ്. കൂടാതെ ഒരു ടീ ബെൻഡ്, അതും നമ്മുടെ സുപ്രീമിൻ്റെ. ഇതിലും ISI മാർക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ കോൺട്രാക്ടേഴ്സ് എടുക്കുന്നത് ISI മാർക്കുള്ള ബെൻഡുകളും ജോയിൻറ്റുകളും ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നത് ISI മാർക്കുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എല്ലാവരും ഒന്നുകൂടി ഇനി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.